ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, ഇനി നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ പലതും ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നവരാണ്. നാളൊരു സഹോദരി ഒരു കടലാസിനകത്ത് കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് എൻ്റെ അടുത്ത് വന്നു. എൻ്റെ അച്ഛാ, ഞങ്ങളുടെ മുറ്റത്തുനിന്ന് കിട്ടിയതാണ്. എന്തൊക്കെ? മുട്ടത്തുണ്ട്, പിന്നെ ഏതാണ്ട് ഇരുമ്പിൻ്റെ കഷ്ണമാണ് കേട്ടു. ഇതും ചോദിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ അത് വിശ്വാസത്തിനെതിരാണ് ആ ചിന്ത. കാരണം എന്താണ്? എല്ലാം യേശുവിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിനേക്കാൾ കൂടുതലായി മറ്റൊന്നിനും നീ ശക്തി കൽപ്പിക്കരുത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ഇതും ചോദിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ ഈശോയിൽ വിശ്വസിക്കുന്ന ആളാണ്? അതെ അതെ, ഈശോയിൽ വിശ്വാസമുണ്ട്. എന്ത് വിശ്വാസമാണ്? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെയും, നമ്മൾ ഇതിനെ ഭയപ്പെടുമ്പോൾ ഉണ്ടോ, യേശുവിനേക്കാൾ കൂടുതൽ പവർ നമ്മൾ അതിന് അറിയാതെ കൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. 1 യോഹന്നാൻ 4:4 എന്താണ്? നിന്റെ ഉള്ളിലുള്ളവൻ പുറമേ ഉള്ളവനേക്കാൾ വലിയവനാണ്. കാരണം ആ യേശുവിന് സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും നൽകപ്പെട്ടിരിക്കുന്നു. ബൈബിളിലെ ഒരു സംഭവമാണ്. ശിഷ്യന്മാർ വഞ്ചിയിൽ അക്കരയ്ക്ക് പോവുകയായിരുന്നു. ഈശോ ആ സമയത്ത് മലയുടെ മുകളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവരുടെ വഞ്ചി യാത്രയിൽ വലിയ തിരമാലയും കൊടുങ്കാറ്റും ഉണ്ടായി. അവർ കടന്ന് വലിയ ഒച്ചത്തിൽ നിലവിളിച്ചു. ഇതാ യേശു ആ മലയുടെ മുകളിൽ നിന്ന് നേരെ താഴോട്ടിറങ്ങി വെള്ളത്തിന് മുകളിലൂടെ നടന്ന് ശിഷ്യന്മാരുടെ അടുക്കിലേക്ക് ചെല്ലുകയാണ്. രാത്രിയിൽ ഇങ്ങനെ ഒരാൾ നടന്നു വരുന്നത് കണ്ടപ്പോൾ ഇവരുടനെ തന്നെ ഭൂതം എന്ന് പറഞ്ഞുകൊണ്ട് ഭയപ്പെട്ടു. അപ്പോൾ യേശു പറഞ്ഞു, ഇത് ഞാനാണ്. യേശു ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവരുടെ ഭയം പോയി. ഇതാ ആ നിമിഷം വരെയും അവരുടെ തലയ്ക്ക് മുകളിൽ ഉയർന്ന്, അവരുടെ വഞ്ചിയുടെ മുകളിൽ ഉയർന്ന് അവരെ ഭയപ്പെടുത്തിക്കൊണ്ടിരുന്ന തിരമാല ഇപ്പോൾ യേശുവിൻ്റെ കാലിൻ്റെ അടിയിലാണ്. ഹല്ലേലൂയ. സങ്കീർത്തനം 110 നമ്മളോട് പറയുകയാണ്, എല്ലാം അവൻ്റെ കാൽപാദത്തിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാം അവൻ്റെ കാൽപാദത്തിൻ്റെ കീഴിൽ കാണുവോളം യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അവിടുന്ന് പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു ഉദ്ദേശം, നമ്മളെല്ലാവരും നമ്മളെ ഭയപ്പെടുത്തുന്ന എല്ലാത്തിനെയും യേശുവിൻ്റെ കാൽപാദത്തിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്ന് അവിടെ കാണുക. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞാനൊന്നുകൂടെ പറയട്ടെ. ഉണ്ടോ, ഈ കൂട്ടായ്മയിൽ നിങ്ങളെ ഭയപ്പെടുത്തുന്ന മുഴുവനെയും ഈ നിമിഷം യേശുവിൻ്റെ കാൽപാദത്തിൻ്റെ കീഴിൽ കാണണം. അങ്ങനെ കാണാൻ വേണ്ടി യേശു പിതാവിൻ്റെ വലതുഭാഗത്തിരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ പ്രാർത്ഥനയുടെ അനന്ത യോഗ്യതയിൽ നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാ ഭയവും വിട്ടുപോകണം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്ന
എന്തെങ്കിലുമൊക്കെ നമ്മുടെ മുമ്പിലേക്ക് വരുമ്പോൾ പറയണം, നിനക്കെന്നെ ഭയപ്പെടുത്താൻ പറ്റുകയില്ല, നീ യേശുവിൻ്റെ കീഴിലാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ.